സാറ് ഞങ്ങൾ അന്വേഷിച്ചോ? അന്വേഷിച്ചു. ഇന്ന് രണ്ടുപേർക്കും കാര്യമായ ഡ്യൂട്ടി തന്നേക്കാമെന്ന് വെച്ചു. ഇനിയും അട്ടിപ്പറ്റയിലേക്ക് പോണമായിരിക്കും. അത് നാളെ മതി. ഇന്നതല്ല, വിമൻസ് കോളേജിന്റെ മുമ്പിൽ ഭയങ്കര പൂവാല ശല്യം. കളക്ടർ വിളിച്ചു പറഞ്ഞു മിടുക്കന്മാരായ 2 പോലീസുകാരെ അവിടെ നിർത്തണമെന്ന്. ഇവിടെ ഇപ്പൊ മിടുക്കന്മാരായ നിങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. ഞങ്ങൾ അങ്ങനെ മിടുക്കന്മാരല്ല. ആണ്. അല്ല. ആണ്. എങ്കിൽ ഇതുപോലുള്ള തുക്കട ഡ്യൂട്ടി ഞങ്ങൾക്ക് വേണ്ട. അത് തീരുമാനിക്കാനുള്ള അവകാശം തനിക്കല്ല. അങ്ങനെ ഒരു പൂവാല ശല്യം വിമൻസ് കോളേജിന് മുമ്പിൽ ഇല്ലല്ലോ സാർ. ഉണ്ടല്ലോ സാർ. തിങ്കളാഴ്ച 7 പൂവാലന്മാർ അവിടെ ശല്യം ചെയ്തു. ചൊവ്വാഴ്ച 9 പൂവാലന്മാർ, ബുധനാഴ്ച 13, വ്യാഴാഴ്ച 17. ഇങ്ങനെ പോയാൽ 1 മാസത്തിനകം അവിടെ ഒരു പൂവാല സമ്മേളനം തന്നെ നടക്കുന്ന മട്ടുണ്ട്. ഈ പൂവാലന്മാരെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാം സാർ? അവർക്കെല്ലാം തന്റെ മുഖച്ഛായ ആയിരിക്കും. ഇഡിയറ്റ്. പൂവാലന്മാരെ കണ്ടാൽ തിരിച്ചറിഞ്ഞൂടാത്ത താനൊക്കെ എവിടത്തെ പോലീസാണോ? എടോ, പെമ്പിള്ളേരെ ശല്യം ചെയ്യുന്നവരാരോ അവരാണ് പൂവാലന്മാര്. അവരെ പിടിച്ചോണ്ട് ഇങ്ങോട്ട് പോരെ. പെമ്പിള്ളേരെ ശല്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവന്മാരെ പിടിച്ചാ മതിയല്ലോ. വേണ്ട, അവർക്ക് ഓരോ ചായയും പഴംപൊരിയും കൂടെ വാങ്ങിച്ചു കൊടുത്ത ശേഷം പിടിച്ചോണ്ട് വന്നാൽ മതി. തന്റെ തമാശയൊക്കെ സ്റ്റേഷന് വെളി വെച്ച് മതി. പൊക്കോ. പൂവാലന്മാരെ പിടിക്കാൻ പോകുന്നവര് തന്നെ പൂവാലന്മാരായി മാറരുത്. ഓക്കെ, പ്രൊസീഡ്. അതൊക്കെ അയാളുടെ എന്താണ്? ഒന്നും പറഞ്ഞില്ലേ? ഇവിടെ ഒരു പൂവാലിനെയും കാണുന്നില്ലല്ലോ ചായ. അവരോട് പോയി തൂങ്ങിച്ചാവാൻ പറ. ഇത്രയും ചന്തമുള്ള പെമ്പിള്ളേർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ ശ്രദ്ധ ഇവിടെ മാത്രം മതി. പോലീസ് സ്റ്റേഷൻ എന്ന മരുഭൂമിയിൽ നിന്നും ഈ മരുപ്പച്ചയിൽ വന്ന് നിൽക്കുമ്പോ ഒരു കുളിര് തന്നെയാണ് ഭാസ്കര. ഊട്ടി പോലെ. ഇത് ആസ്വദിക്കാനുള്ള ഭാഗ്യം ആ ഭാഗ്യനാഥനില്ലാതെ പോയല്ലോ. ഇനി ഈ ഡ്യൂട്ടിക്ക് നമുക്ക് തന്നെ വരാം, അല്ലേ അച്ചായ? ഈശ്വര, ചതിച്ചു. എന്താടാ? അവൾ ഈ കോളേജിലാണ് ചേർന്നിരിക്കുന്നത്. ആര്? അഞ്ജു. ഓ, കോള് വരുമ്പോ എല്ലാം കൂടി ഒന്നിച്ചു വരും. താനേ എന്നെ കുറിച്ച് ആലോചിച്ച് ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. ഞാൻ ഈ ഏരിയയിൽ നിന്നേ മാറിത്തരാം. നിങ്ങൾ 2 പേരും കൂടി അങ്ങോട്ടോ ഇങ്ങോട്ടും മാറി നിന്നിട്ട് ഹൃദയത്തിന്റെ ഭാരം ഇറക്കി വെക്കുക. അതല്ല ചായ, ഞാൻ അവളോട് SI ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്റെ ഈശോയെ, ഞാൻ അത്ര ആലോചിച്ചില്ലല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒറ്റ വഴിയേ ഉള്ളൂ. നോ 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 നോ. എടോ കോൺസ്റ്റബിൾ, താനൊരു വിഡ്ഢിയാണോടോ, പമ്പര വിഡ്ഢി. യൂണിഫോം ഇടുമ്പോൾ മേലുദ്യോഗസ്ഥനായ, അതായത് SI ആയ ഞാൻ ഒരു സ്റ്റാർ വെക്കാൻ മറന്നുപോയാൽ അത് ഓർമ്മിപ്പിക്കേണ്ട ചുമതല ഒരു കോൺസ്റ്റബിൾ ആയത് എനിക്കില്ലടോ. ഇല്ല എന്നാ ചോദിച്ചത്. സാർ, ഇത്തരം പമ്പര വിഡ്ഢിത്തം കാണിക്കുന്നത് കൊണ്ടാണ് ഞാൻ SI ആയും താൻ വെറും കോൺസ്റ്റബിൾ ആയും ഇവിടെ കഴിയുന്നത്. മനസ്സിലായോ? അഞ്ജു, എന്താ ഇവിടെ? അച്ഛൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി. ഞാൻ ഈ കോളേജിൽ ചേർന്നു. ഓഹോ, എനിക്ക് ഇപ്പോഴും സർക്കിൾ ഇൻസ്പെക്ടറായി പ്രൊമോഷൻ ആയില്ല. SI ആയി തന്നെ കഴിയുന്നു. എന്തൊക്കെയുണ്ട് കോൺസ്റ്റബിൾസ് വിശേഷങ്ങൾ? ഭാസ്കരൻ കോൺസ്റ്റബിളിന്റെ തൊപ്പിയും ലാത്തിയോടെ. ചക്കര ചിരിയൊന്നും വേണ്ട. സുപ്പീരിയർ ഓഫീസറെ കാണുമ്പോ തൊപ്പി വെച്ച് സല്യൂട്ട് ചെയ്യണമെന്ന് അറിയില്ലേ? SI എന്ന് പറഞ്ഞിട്ട് SIയോ? എവനോ? ഈ ഒരൊറ്റ കുഴപ്പം മാത്രമേ ഇവനുള്ളൂ. കഴിഞ്ഞ ആഴ്ച സെന്റ് തെരേസാസിലെ അനുമോൾ വർഗീസിനോട് ഇവൻ പറഞ്ഞത് IG ആണെന്നാണ്. ഡ്യൂട്ടിയിലൊക്കെ മിടുക്കനാണ്. ഞങ്ങൾ പോലീസ് ഓഫീസേഴ്സ് ഇവന്റെ അസുഖത്തിന് പേരിട്ടിരിക്കുന്നത് പഞ്ചാര ബെടായി എന്നാണ്. നീ വെള്ളം കുടിക്കാതെ ചാവടാ ദുഷ്ട. എന്നെക്കാൾ വലിയ ദുഷ്ടനായിരുന്നു എന്റെ അച്ഛൻ. കാല് വഴുതി കിണറ്റി വീണ് ധാരാളം വെള്ളം കുടിച്ചാ ചത്തത്. അഞ്ചു വരും, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ബൈ. ഇങ്ങോട്ട് നീങ്ങിയിരുന്നോളൂ.